വർഷം 1439. തുർക്കിയിലെ അഡ്രിയാന നഗരം, ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തലസ്ഥാന നഗരി. സുൽത്താൻ മുറാദ് രണ്ടാമൻ്റെ ദർബാറിൽ മന്ത്രിമാരുടെയും സൈനിക മേധാവികളുടെയും പണ്ഡിതരുടെയും യോഗം നടക്കുന്നു. സുൽത്താൻ മുറാദിൻ്റെ മടിയിൽ ചാഞ്ഞു നിൽക്കുന്നത് രാജകുമാരൻ മുഹമ്മദ്. ചർച്ച മുഴുവൻ ഇസ്താംബൂളിനെ കുറിച്ചാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ, ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം, ബോസ്ഫറസ് കടലിടുക്കിൽ തലയുയർത്തി നിൽക്കുന്ന നഗരസുന്ദരി. ആർക്കും കീഴടക്കാൻ പറ്റാത്ത ആ നഗരത്തിൻ്റെ വിശേഷണങ്ങളിൽ കുഞ്ഞു മുഹമ്മദിൻ്റെ മനസ്സുടക്കി. യോഗം അവസാനിച്ച് ഉദ്യോഗസ്ഥർ പിരിഞ്ഞുപോയപ്പോൾ ആ 7 വയസ്സുകാരൻ തൻ്റെ പിതാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ആർക്കും കീഴടക്കാൻ കഴിയാത്തത്? സുൽത്താൻ മുറാദ് മുഹമ്മദിനെ അണച്ചുകൂട്ടി നെറുകയിൽ മുത്തം നൽകവേ പറഞ്ഞു തുടങ്ങി, മുഹമ്മദ്, കോൺസ്റ്റാന്റിനോപ്പിൾ വെറുമൊരു നഗരമല്ല, അത് ലോകത്തിൻ്റെ മുഴുവൻ തലസ്ഥാനമാകാൻ പോന്നത്ര ഗാംഭീര്യമുള്ളൊരു സ്വർഗമാണ്. അതിമനോഹരവും അതിലേറെ ഔന്നിത്യവുമുള്ളൊരു ലോകം. അതുപോലെ തന്നെ ആർക്കും എളുപ്പം കീഴടക്കാൻ പറ്റാത്ത കവചത്തിനകത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഉള്ളത്. മുഹമ്മദിൻ്റെ മുഖത്തെ ആകാംക്ഷയ്ക്ക് ശമനമുണ്ടായില്ല. അവർ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലേക്ക് നടക്കവേ സുൽത്താൻ മുറാദ് തുടർന്നു. 3 പുറവും കടലാണ് അവളുടെ സുരക്ഷ. കരയിലാകട്ടെ തിയോഡോസിസിൻ്റെ കൊത്തളങ്ങളുമുണ്ട്. മുഹമ്മദിൻ്റെ കണ്ണുകൾ വിടർന്നു. സുൽത്താൻ മുറാദ് മകൻ മുഹമ്മദിനെ മട്ടുപ്പാവിൻ്റെ കൈവരിയിലേക്ക് എടുത്തുയർത്തി. അല്പം ഉരണ്ട ശബ്ദത്തിൽ സുൽത്താൻ പറഞ്ഞവസാനിപ്പിച്ചു, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ നോക്കിയവരാരും വിജയിച്ചിട്ടില്ല. അവരെ തിയോഡോസിസിൻ്റെ കോട്ടമതിലുകൾ വിഴുങ്ങിക്കളഞ്ഞു. തെല്ലും ഭയപ്പെടാതെ തല ഉയർത്തി തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്കും പിന്നെ വിശാലമായ ചക്രവാളത്തിലേക്കും നോക്കി ആ രാജകുമാരൻ പ്രഖ്യാപിച്ചു, തിയോഡോസിസിൻ്റെ കോട്ടകളും ബോസ്ഫറസിൻ്റെ കടലുകളും ഞാൻ കീഴടക്കും. ഇൻഷാ അല്ലാ, ഞാൻ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. ഞാൻ അതിനെ ലോകത്തിൻ്റെ തന്നെ തലസ്ഥാനമാക്കും. സത്യം പറഞ്ഞാൽ 14 വർഷങ്ങൾക്കപ്പുറം പുലരാനിരുന്ന ഒരു പ്രവചനത്തിൻ്റെ വായ്ത്താരിയായിരുന്നു ആ രാജകുമാരൻ്റെ പ്രഖ്യാപനം. 21-ാം വയസ്സിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ ഒട്ടോമൻ ഭരണാധികാരി സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ ആയിരുന്നു ആ 7 വയസ്സുകാരൻ. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ത്രസിപ്പിക്കുന്ന കോൺക്വസ്റ്റുകളിൽ ഒന്നാണ് സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ്റെ കോൺസ്റ്റാന്റിനോപ്പിൾ ജയം. 1451 മുഹമ്മദ് രണ്ടാമൻ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ സുൽത്താനായി രണ്ടാമതും സ്ഥാനമേൽക്കുന്നത്. ഒന്നാമത് വെറും 11 വയസ്സുള്ളപ്പോൾ 1444 തൻ്റെ പിതാവ് സുൽത്താൻ മുറാദ് രണ്ടാമനും ഹംഗറി സാമ്രാജ്യത്തിൻ്റെ വ്ളാദിസലോസ് രാജാവും തമ്മിലുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പിതാവിൻ്റെ സിംഹാസനം 11 വയസ്സ് മാത്രം പിന്നിട്ട് മുഹമ്മദ് രണ്ടാമൻ ഏറ്റെടുക്കേണ്ടി വന്നു. തൊട്ടടുത്ത വർഷം തന്നെ ഹംഗറിക്കാർ ഉടമ്പടിയും തെറ്റിച്ചു. പോപ്പിൻ്റെ ഉപദേഷ്ടാവായിരുന്ന കർദിനാൾ ഹൂലിയൻ കസറാണിയുടെ വാക്കും കേട്ട് ഉടമ്പടി തെറ്റിച്ചത് ഹംഗേറിയൻ കുരിശുയോദ്ധാക്കളായ ജോൺ ഹിന്യാദിൻ്റെ സംഘമായിരുന്നു. അവരെ 12 വയസ്സുകാരൻ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. യുദ്ധസാഹചര്യം കാർമേഘം തീർത്തപ്പോൾ മുഹമ്മദ് തൻ്റെ പിതാവിന് ഒരു കത്തെഴുതി, താങ്കൾ ഭരണചക്രം ഏറ്റെടുക്കണം. ഉടമ്പടി മറുപക്ഷം തെറ്റിച്ചിരിക്കുന്നു. ഇനിയും ഭരണത്തിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുന്നത് എന്തിനാണ്? പക്ഷേ മുറാദ് രണ്ടാമൻ തിരികെ എത്താൻ വിസമ്മതിച്ചു. ഒടുവിൽ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ സുൽത്താദ് മുറാദ് രണ്ടാമൻ ഒരു കത്തുകൂടി എഴുതുകയാണ്. അതിലിങ്ങനെയായിരുന്നു ഉള്ളടക്കം, താങ്കൾ സുൽത്താനാണെങ്കിൽ ഇത് താങ്കളുടെ സൈന്യമാണ്, താങ്കൾ തന്നെ ഇവരെ നയിക്കണം. അതല്ല, ഞാനാണ് സുൽത്താനെങ്കിൽ ഞാൻ താങ്കളോട് കൽപ്പിക്കുന്നു, താങ്കൾ തിരികെ എത്തി എൻ്റെ ഈ സൈന്യത്തെ നയിക്കണം. ഒടുവിൽ സുൽത്താൻ മുറാദ് വിളി കേട്ടു. 1446 സുൽത്താൻ മുറാദ് ഭരണമേറ്റെടുക്കുകയാണ്. 5 വർഷം കൂടിക്കഴിഞ്ഞാണ് സുൽത്താൻ മുഹമ്മദിൻ്റെ 2ാം വരവുണ്ടാകുന്നത്. 1432 സുൽത്താൻ മുറാദിൻ്റെയും ഹുമാ ഖാത്തൂൻ്റെയും മകനായി മുഹമ്മദ് ജനിക്കുന്നത്. പഠനകാര്യങ്ങളിൽ മികവ് കാട്ടിയ മുഹമ്മദ് ഗണിതശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും മിടുക്കനായിരുന്നു. 7 ഭാഷകളും സ്വായത്തമാക്കി. സൈനിക തന്ത്രങ്ങളിലും ഭരണനിർവഹണങ്ങളിലും മികച്ച പരിശീലകരിൽ നിന്ന് തന്നെ എല്ലാം പഠിച്ചെടുത്തു. മുഹമ്മദ് ഷംസുദ്ദീൻ ബിൻ ഹംസ എന്ന സൂഫി വര്യരുടെ സവിധത്തിൽ നിന്ന് മതകാര്യങ്ങളിലും തസവൂഫിലും ശിഷ്യത്വം സ്വീകരിച്ചു. ജീവിതത്തിൻ്റെ സുപ്രധാന ഘട്ടങ്ങളിലെല്ലാം ആ സൂഫി വര്യർ മുഹമ്മദിന് വഴി കാണിച്ചു എന്നാണ് ചരിത്രം. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക എന്ന തൻ്റെ ലക്ഷ്യത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയും ഒരുപക്ഷെ ആ സൂഫി സ്രഷ്ടൻ തന്നെയാകണം. ലതുഫ്തഹന്നൽ ഖുസ്തന്തീനിയ ഫലനിഅമൽ അമീറു അമീറുഹ വലനിഅമുൽ ജയ്ഷു ദാലികൽ ജയ്ഷ് എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അദ്ദേഹം സുൽത്താൻ മുഹമ്മദിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. വിശ്വാസം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരുന്നത് തന്നിലൂടെയാകുമെന്ന ആത്മവിശ്വാസം സുൽത്താൻ മുഹമ്മദിനെ കരുത്തനാക്കി എന്ന് വേണം പറയാൻ. അദ്ദേഹം തൻ്റെ 2ാം വരവിൽ ഒട്ടോമൻ നാവികസേനയെ കൂടുതൽ ശക്തമാക്കി പുനഃസംഘടിപ്പിച്ചു.
കൂറ്റൻ കപ്പലുകൾ പണിതീർത്തു. അവയെ അനുഗമിക്കാൻ വലുപ്പം കുറഞ്ഞതുമെന്നാൽ അസാമാന്യ വേഗതയുള്ളതുമായ പോർക്കപ്പലുകളും നിർമ്മിച്ചു. എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളി കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കോട്ടമതിലുകൾ തന്നെയായിരുന്നു. 1000-ലേറെ വർഷമായി നഗരത്തെ പൊതിഞ്ഞുകാക്കുന്ന ആർക്കും ഭേദിക്കാൻ കഴിയാത്ത കോട്ടകൾ. സുൽത്താൻ മുഹമ്മദ് അതിനും വഴി കണ്ടെത്തി. ലോകത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള കൂറ്റൻ പീരങ്കികൾ നിർമ്മിക്കപ്പെട്ടു. ട്രാൻസിൽവാനിയക്കാരൻ ഒബ്രാൻ നിർമ്മിച്ച പീരങ്കികൾ 27 അടിയെങ്കിലും വലുപ്പമുള്ള 6 കിൻഡലെങ്കിലും വലുപ്പമുള്ള കല്ലുകൾ തൊടുക്കാൻ കഴിയുന്ന ആ പീരങ്കികൾ തിയോഡോസിസിൻ്റെ കോട്ടമതിലുകൾ വിറപ്പിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം നൂറ്റാണ്ടുകൾക്കിപ്പുറം ആദ്യമായി പേടിച്ചു വിറകൊണ്ടു. കടൽ മാർഗം 3 ഭാഗങ്ങളിലും സുൽത്താൻ മുഹമ്മദിൻ്റെ നാവികപ്പട ഉപരോധം തീർക്കാൻ വിന്യസിക്കപ്പെട്ടിരുന്നു. കരമാർഗവും നഗരം വളയപ്പെട്ടു. പക്ഷേ നഗരത്തിനടുത്തേക്ക് കടന്നു ചെല്ലാൻ എളുപ്പമായിരുന്നില്ല. ബോസ്ഫറസ് കടലിടുക്കിൽ കൂറ്റൻ കപ്പൽ പടയുടെ സാന്നിധ്യത്തിൽ പടുകൂറ്റൻ ചങ്ങലയും വടവും ചേർന്ന ഒരു തടസ്സം തീർക്കപ്പെട്ടിരുന്നു. അത് ഭേദിക്കാനാവാതെ, ഗോൾഡൻ ഹോണിലേക്ക് കടക്കാനാവാതെ സുൽത്താൻ മുഹമ്മദിൻ്റെ കപ്പൽ വ്യൂഹം തടയപ്പെടുകയാണ്. ഇവിടെയാണ് ദ മോസ്റ്റ് ത്രില്ലിംഗ് ട്വിസ്റ്റ് വരുന്നത്. ഒരു രാത്രി തൻ്റെ ചെറുകപ്പലുകളുടെ വ്യൂഹത്തെ കരമാർഗം കടൽ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തെത്തിക്കുകയാണ് സുൽത്താൻ മുഹമ്മദ്. കരമാർഗം കപ്പലോടിക്കുകയെന്ന് പലരും സുൽത്താനോട് ചോദിച്ചു. എല്ലാം നേരത്തെ കണക്ക് കൂട്ടിയതുപോലെ പ്രത്യേക വലുപ്പത്തിലുള്ള നല്ല ഉരുളൻ മരത്തടികൾ കരയിൽ വിന്യസിക്കാൻ ഉത്തരവുണ്ടായി. അവയ്ക്കുമേൽ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന എണ്ണ തൂവിക്കൊടുത്തു. കപ്പലുകൾ ഓരോന്നായി അതിലേക്ക് വലിച്ചു കയറ്റി. ഏകദേശം 1 മൈൽ ദൂരം കപ്പലുകൾ അങ്ങനെ കരയിലൂടെ കൊണ്ടുപോയി. അങ്ങനെ ഗോൾഡൻ ഹോണിൻ്റെ വടക്കേ തീരത്ത് കപ്പലുകളെത്തി. നേരം പുലരുമ്പോൾ ബൈസന്റൈൻ സൈന്യം കടലിൽ കണ്ട കാഴ്ച അവരിൽ ഇനി ഒരിക്കലും ഭേദമാകാത്ത ഒരുതരം ഭീതി നിറക്കുകയായിരുന്നു. അതോടെ അവർ യുദ്ധം തോറ്റു തുടങ്ങുകയും ചെയ്തു. 57 ദിവസത്തെ ഉപരോധത്തിനൊടുവിൽ മെയ് 29-ന് കോൺസ്റ്റാന്റിനോപ്പിൾ സുൽത്താൻ മുഹമ്മദ് രണ്ടാമന് മുന്നിൽ കീഴടങ്ങി. അഡ്രിയാനോപ്പിളിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഒട്ടോമൻ തലസ്ഥാനം മാറുകയാണ്. തകർന്നു തരിപ്പണമായ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ കയറി നിന്ന് ഒരു തുർക്കിഷ് സുൽത്താൻ പ്രഖ്യാപിച്ചു, ഇനി ഞാനാണ് റോമ സാമ്രാജ്യത്തിൻ്റെ സീസർ. യൂറോപ്പിലെ പല രാജ്യങ്ങളും അത് സമ്മതിച്ചില്ലെങ്കിലും കോൺസ്റ്റാന്റിനോപ്പിളിലെ പുതിയ സീസറെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു. ഹഗിയ സോഫിയയിൽ ബാങ്കുയർന്നു. ബൈസന്റൈൻ ഭരണം കൈയാളിയ കോൺസ്റ്റാന്റിനോപ്പിൾ തിരികെ പിടിച്ച് നഗരത്തിലെത്തിയ സുൽത്താൻ മുഹമ്മദ് ആദ്യം ചെയ്തത് ഒരു പിടി മണ്ണെടുത്ത് തൻ്റെ തലപ്പാവിൽ പുരട്ടുകയായിരുന്നത്രേ. സർവശക്തനായ ദൈവത്തിനു മുന്നിൽ ഏതു വില്ലാളി വീരനും എത്ര അജയ്യനായിരുന്നാൽ പോലും, എത്ര വലിയ രാജാവായിരുന്നാൽ കൂടി നിസ്സാരനാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക സഭ സുൽത്താൻ മുഹമ്മദിനെ സ്വീകരിച്ചില്ലെങ്കിലും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുവല്ലോ. പടിഞ്ഞാറിൻ്റെ ക്രൈസ്തവ സഭയ്ക്കെതിരെ അങ്ങനെ എക്യൂമെനിക്കൽ പാട്രിയാർക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ നിലവിൽ വന്നു. ഗനാഡിയസ് സ്കോളാറിയസിനെ ആദ്യ പാട്രിയാർക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. യേശു ജനിച്ചു വീണ കല്ലും വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെ കയ്യല്ല് തുടങ്ങിയ ക്രൈസ്തവ ലോകത്തെ അതിപ്രധാന തിരുശേഷിപ്പുകൾ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ ശേഖരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഹഗിയ സോഫിയ അടക്കമുള്ള ക്രൈസ്തവ നിർമ്മിതികളും ചിത്രങ്ങളും ചരിത്രശേഷിപ്പുകളും സുൽത്താൻ പ്രത്യേകം താല്പര്യമെടുത്ത് സംരക്ഷിക്കുകയും ചെയ്തു. സുൽത്താൻ മുഹമ്മദ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുമ്പോൾ ബൈസന്റൈൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ 11-ന് മക്കളുണ്ടായിരുന്നില്ല. അനന്തരാവകാശികളിൽ അടുത്ത നിരയിലുണ്ടായിരുന്ന മാതുലപുത്രന്മാരെ സുൽത്താൻ മുഹമ്മദ് തൻ്റെ ഭരണ സംവിധാനത്തിൽ പ്രധാന പദവികൾ നൽകി ആദരിക്കുകയും ചെയ്തു. യുദ്ധശേഷം ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഇസ്താംബുൾ നഗരം. നഗരവാസികൾ പലരും അവിടെ വിട്ടുപോയിരുന്നു. സാമ്പത്തിക രംഗവും ശോചനീയമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ വിശ്വാസങ്ങളിലും വംശങ്ങളിലുമുള്ള വിവിധ ഭാഷകളും സംസ്കാരങ്ങളുമുള്ള മനുഷ്യരോട് കോൺസ്റ്റാന്റിനോപ്പിളിൽ വന്ന് താമസമാക്കാൻ സുൽത്താൻ കൽപ്പന പുറപ്പെടുവിച്ചു. അവർക്ക് സൗജന്യമായി താമസ സൗകര്യങ്ങളും തൊഴിൽ സാധ്യതകളും നൽകി. നികുതി ഇളവും പ്രഖ്യാപിക്കപ്പെട്ടു. കോൺസ്റ്റാന്റിനോപ്പിൾ പൂർവാധികം ഐശ്വര്യപൂർണ്ണമായി തീർന്നു. ഇറ്റാലിയൻ റെനസെ ചിത്രകാരനായ ഗെൻഡെ ബെല്ലീനിയെ പോലുള്ളവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. തൻ്റെ ഛായാചിത്രമടക്കം നിരവധി ചിത്രങ്ങൾ അദ്ദേഹം കമ്മീഷൻ ചെയ്തിരുന്നു. പണ്ഡിതരെയും ശാസ്ത്രജ്ഞരെയും കലാകാരന്മാരെയും ചരിത്രകാരന്മാരെയും അദ്ദേഹം നഗരത്തിലേക്ക് ആനയിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ മാത്രമായിരുന്നില്ല സുൽത്താൻ മുഹമ്മദ് രണ്ടാമന് മുന്നിൽ കീഴടങ്ങിയത്. സെർബിയയും ബോസ്നിയയും പെലോപ്പണീസും സുൽത്താൻ മുഹമ്മദ് രണ്ടാമന് മുന്നിൽ കീഴടങ്ങിക്കൊണ്ടിരുന്നു. സെൽജൂക്ക് ഭരണത്തിന് ശേഷം ശിഥിലമായി കിടന്നിരുന്ന അനത്തോളിയയുടെ രാഷ്ട്രീയ ഭൂമികയും കീഴടക്കി തൻ്റെ ഒട്ടോമൻ സാമ്രാജ്യം വിപുലമാക്കാൻ കൂടി സുൽത്താൻ മുഹമ്മദിന് കഴിഞ്ഞു. സുൽത്താൻ മുഹമ്മദിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന അധ്യായം വലാച്ചിയയിലെ വ്ലാഡ് ദ ഇംപാലർ എന്ന ലോർഡ് ഡ്രാക്കുളയുമായുള്ള സംഘർഷങ്ങളാണ്.
സുൽത്താൻ മുറാദിൻ്റെ കാലത്ത് കൊട്ടാരത്തിൽ ബന്ദികളായി കുറച്ചു വർഷങ്ങൾ വ്ളാഡും സഹോദരൻ റാദുവും കഴിഞ്ഞിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യവും ഹംഗേറിയൻ സാമ്രാജ്യവും തമ്മിലുള്ള രാഷ്ട്രീയ വടംവലികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായ ഒരു നാട്ടുരാജ്യമായിരുന്നു റൊമാനിയയിലെ വലാഷിയ. ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള ഭരണാധികാരികളെ അവിടെ വാഴിക്കാൻ ശ്രമിച്ചു പോന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കാലത്ത് വ്ളാഡ് രാജകുമാരനെ ഒട്ടോമൻ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുകയും വലാച്ചിയുടെ ഭരണാധികാരിയായി വാഴിക്കുകയും ചെയ്തു. എന്നാൽ ഹംഗേറിയൻ കുരിശുയോദ്ധാക്കൾ ജോൺ ഹെന്യാദിൻ്റെ നേതൃത്വത്തിൽ വ്ളാഡിനെ സ്ഥാനഭ്രഷ്ടനാക്കി. വ്ളാഡ് മൊൾഡാവിയയിലേക്ക് ഓടിപ്പോവുകയാണ്. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹംഗറിയിൽ തിരിച്ചെത്തുകയും ചെയ്യുന്നുണ്ട്. ഒട്ടോമൻ സുൽത്താൻ്റെ കൊട്ടാരത്തിൽ കഴിയുകയും അവരുടെ ജീവിത രീതികളും സൈനിക സന്നാഹങ്ങളും അടുത്തുനിന്ന് പഠിക്കുകയും അവരുടെ ഭാഷയും സംസ്കാരവും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത വ്ളാദിനെ ഒപ്പം കൂട്ടി ഓട്ടോമൻ സാമ്രാജ്യത്തെ നേരിടാമെന്ന ജോൺ ഹുന്യാദിൻ്റെ കണക്ക് കൂട്ടൽ ഏതാണ്ട് ശരിയായി. എന്നാൽ ഒരുമിച്ചൊരു യുദ്ധനീക്കം നടത്തുന്നതിന് മുന്നേ ജോൺ ഹുന്യാദ് സെർബിയയിലെ യുദ്ധഭൂമിയിൽ വെച്ച് പ്ലേഗ് ബാധിച്ചു മരിക്കുകയാണ്. ഈ അവസരത്തിൽ വ്ളാഡ് രാജകുമാരൻ വലാച്ചിയയിലേക്ക് തൻ്റെ പട നയിക്കുകയും ഹംഗറി അവിടെ വാഴിച്ച വ്ളാഡിസ്ലാവ് രാജാവിനെ വധിക്കുകയും ചെയ്തു. വലാച്ചിയുടെ ഭരണം വ്ളാദിൻ്റെ കൈകളിലെത്തിയതോടെ നേരത്തെ ഉണ്ടായ ഉടമ്പടി പോലെ ഒട്ടോമൻ സാമ്രാജ്യത്തിന് നൽകേണ്ട നികുതിപ്പണം ആവശ്യപ്പെട്ട് സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ 2 ദൂതന്മാരെ വ്ളാഡ് രാജാവിനെ കാണാനായി അയച്ചു. എന്നാൽ വ്ളാദ് അവരെ ക്രൂരമായി കൊന്നുകളഞ്ഞു. അവരുടെ തലപ്പാവിലൂടെ ആണിയടിച്ചു കയറ്റിയാണ് അവരെ വ്ളാദ് കൊല ചെയ്തത്. ഇതറിഞ്ഞ സുൽത്താൻ മുഹമ്മദ് നിക്കോപോളിസിലെ ഗവർണർ ഹംസ പാഷയെ വ്ളാഡിനടുത്തേക്ക് അയച്ചു. പാഷയെയും സംഘത്തെയും വ്ളാഡ് ഇതുപോലെ ക്രൂരമായി വകവരുത്തി. അവരെ തൊലി ഉരിഞ്ഞ് കുന്തത്തിൽ കുത്തി നിർത്തി. തുർക്കിഷ് പാഷയുടെ വേഷത്തിൽ നിരവധി സ്ഥലങ്ങളിൽ വ്ളാഡും പടയും അഴിഞ്ഞാടുകയും ചെയ്തതോടെ കോറിന്തിലെ സൈനിക ഉപരോധം പാതി വഴിയിൽ ഉപേക്ഷിച്ച് സുൽത്താൻ മുഹമ്മദ് വ്ളാഡിന് നേരെ തിരിയുകയാണ്. എന്നാൽ ടാഗാവസ്ഥയിലെ ഒരു രാത്രിയിൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം വ്ളാഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കൂരിരുട്ടിനിടയിലും വ്ളാഡ് നടത്തിയ ഈ ആക്രമണത്തോടെ അയാൾ ഒരു രക്തരക്ഷസാണെന്ന കഥകളുണ്ടാക്കാൻ കാരണമായത്രേ. സുൽത്താനെ വധിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടെങ്കിലും ഒട്ടോമൻ ക്യാമ്പിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കാൻ ഡ്രാക്കുളക്ക് കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം സുൽത്താൻ മുഹമ്മദിൻ്റെ സൈന്യം ടാഗാവിസ്ത പിടിച്ചെടുത്തു. തന്നെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന നാട്ടുരാജാക്കന്മാരും മൊൾഡാവിയയിലെ സ്റ്റീഫൻ രാജാവും വ്ളാദിനെ ചതിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതോടെ വ്ളാഡിന് വലാച്ചിയുടെ ഭരണം ഉപേക്ഷിച്ച് റൊമേനിയൻ മലമടക്കുകളിലേക്ക് ഒളിവിൽ കയറേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണാധികാരികളുടെ പട്ടികയിൽ സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹ് ഉണ്ടാവും. പിടിച്ചടക്കാൻ തുനിഞ്ഞിറങ്ങിയ ഉദ്യമങ്ങളിൽ കൂടുതലും വിജയിച്ചവയാണ്. 49-ാമത്തെ വയസ്സിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നതിന് മുമ്പ് ഇറ്റലിയിലെ റോം പിടിച്ചടക്കാനുള്ള ആസൂത്രണങ്ങളിലായിരുന്നു സുൽത്താൻ. ഇറ്റലിയിലെ ഒട്രൻഡ വരെ സുൽത്താൻ്റെ അധികാരം എത്തിയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അടുത്തത് റോമാണെന്ന് കണക്ക് കൂട്ടിയ പോപ്പും സംഘവും പലായനം ചെയ്യാൻ വരെ തയ്യാറായി നിൽക്കവേ ആയിരുന്നത്രേ സുൽത്താൻ മുഹമ്മദിൻ്റെ മരണവാർത്തയെത്തുന്നത്. യൂറോപ്പിലെ പള്ളിമണികൾ മുഴങ്ങി. തെരുവുകൾ കുരിശുദ്ധ പോരാളികൾ നൃത്തം ചവിട്ടി. അവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ല ഗ്രാൻഡെ അക്വില മോർട്ട, ദ ഗ്രേറ്റ് ഈഗിൾ ഈസ് ഡെഡ്.